ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോവും. ആഖിറ അങ്ങനെ കഴിഞ്ഞു പോവൂല. വലിയ ഇടങ്ങേറുകൾ പിടിച്ച ഘട്ടങ്ങൾ ആഖിറത്തിലുണ്ട്. ഒന്ന് മഹ്ശറയിലുള്ള ആയിരക്കണക്കിന് വർഷങ്ങളിലുള്ള ആ നൃത്തം. ഉടുതുണിക്ക് മറുതുണിയില്ല. ഒരു ചാൺ മുകൾ സൂര്യൻ, ഭൂമി ചെമ്പ് അല്ലെങ്കിൽ വെള്ളി പഴുത്ത് നിൽക്കുക, വിയർപ്പിൻ്റെ കയങ്ങളിൽ മുങ്ങുക. ഇതൊന്നും നോവലല്ല, വിശുദ്ധമായ ഖുർആനിലൂടെയും വിശുദ്ധ വചനങ്ങളിലൂടെയും വന്ന കാര്യങ്ങളാണ്. ഈ സമയത്ത് 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അർശിൻ്റെ തണലിട്ട് കൊടുക്കുന്നു. ആ തണൽ സ്വീകരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മാഷാ അല്ലാഹ്. അള്ളാഹു അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. روينا في الصحيحين عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال سبعة 7 വിഭാഗം ആളുകൾ യുളില്ലുഹുമുല്ലാഹു അവർക്ക് അള്ളാഹു നിഴലിട്ട് കൊടുക്കും. തഹ്ത ളില്ലിഹി അവൻ്റെ ളില്ലിൻ്റെ ചുവട്ടിൽ, അഥവാ അവൻ്റെ അർശിൻ്റെ നിഴലിൻ്റെ ചുവട്ടിൽ എന്ന്. യൗമലാളില്ല ഇല്ലാ ളില്ലു, അന്ന് അവൻ്റെ നിഴലല്ലാതെ മറ്റൊരു നിഴലേ ഇല്ല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു. വന്നാരാ? ഇമാമുൻ ആദിലുൻ, നീതിയുള്ള ഭരണാധികാരി. വിശാലാർത്ഥത്തിൽ ഇത് ചിന്തിക്കാം. വീട് ഭരിക്കുന്നവർ, നമ്മളൊക്കെ വീട് ഭരിക്കുന്നവരല്ലേ? നീതിയുണ്ടോ? മക്കളോട് നീതി കാണിക്കുന്നുണ്ടോ? ഇണകളോട് നീതി കാണിക്കുന്നുണ്ടോ? മാതാപിതാക്കളോടും നീതി കാണിക്കാറുണ്ടോ? മഹല്ല് തലങ്ങളിൽ സെക്രട്ടറിയായി, പ്രസിഡൻ്റായി നീതിയുള്ള ഭരണമാണോ? ഉസ്താദുമാർ മക്കളെ ഭരിക്കുന്നവരല്ലേ? നീതിയുണ്ടോ? അങ്ങനെ ഇമാമുൻ ആദിലുൻ, ഇസ്ലാമികമായി ശർഈയായി നിയമങ്ങൾ നോക്കിക്കൊണ്ട് തൻ്റെ ഭരണീയനെ ഭരിക്കുന്നയാൾ. കുറച്ച് റിസ്ക്കാണ്. എപ്പോഴും സ്വന്തത്തിലേക്ക് ചുരുണ്ടുപോകും. അവനാൻ്റെ പോക്കറ്റ്. ഭരണമാണെങ്കിലൊക്കെ ഭരിക്കുന്നയാളുകൾ അവിടെയൊക്കെ ഹക്ക് മാത്രം. ആ ലെവലായ ഭരണം, ശർഅ് എങ്ങനെയാണോ ശാസിച്ചത് ആ നേർരേഖയിലൂടെ മാത്രമുള്ള ഭരണം. അങ്ങനത്തെ ഭരിക്കുന്ന ആളുകൾക്ക് നാളെ അർശിൻ്റെ ചുവട് കൊടുക്കണമല്ലോ. കാരണം അത്രയും കഷ്ടപ്പാട് സഹിച്ചു ദുനിയാവിൽ വെച്ച്. ഇതാണ് ഒരു വിഭാഗം ആളുകൾ. ഇപ്പോൾ വരും കേട്ടോ. രണ്ടാമത്തോ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്ന യുവാവ്. വയസ്സാവുമ്പോൾ പിന്നെന്താവും? മാല കയ്യിലൊക്കെ പിടിച്ച് ചൊല്ലാനും നിസ്കരിക്കാനൊക്കെ തുടങ്ങും. എന്നാൽ ചോര തിളക്കുന്ന കാലം, ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ പറ്റുന്ന കാലം ഉണ്ടല്ലോ. ഓടാനും ചാടാനും എല്ലാത്തിനും പറ്റുന്ന കാലം. ആ സമയത്ത് അധിക ആളുകളും വഴിതെറ്റിപ്പോവും. സ്വന്തം ശരീരം, നഫ്സ് എന്താണോ കൽപ്പിക്കുന്നത്, ഹറാമെന്നോ പിന്നെ കറാത്ത് ഒന്നും ചിന്തിക്കാതെ വേണ്ടത് ചെയ്യുന്നൊരു കാലമാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന യുവാവ് അർശിൻ്റെ തണല് കിട്ടും. ഇവിടെ എത്ര കഷ്ടപ്പെട്ടോ 10 മടങ്ങ് നാൾ ആഖിറത്തിൽ തരും.
മൂന്നോ വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദ്, ഒരു മനുഷ്യൻ ഖൽബുഹു അവൻ്റെ മനസ്സ്, അവൻ്റെ ഹൃദയം, മുഅല്ലഖും ബിൽ മസ്ജിദ് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പള്ളിക്ക് പോകണം, പള്ളിൻ്റെ കാര്യം, പള്ളി വൃത്തിയാക്കുക, അങ്ങനെ വെറും പള്ളി 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 ജോലി അല്ല, മറ്റൊരു പ്രേരക ഉണ്ടാവരുത്. നമ്മളും പള്ളിക്കാ പോവും, അത് ചിലപ്പോൾ ജോലി ആയതായിരിക്കും, ചിലപ്പോൾ പള്ളിയിലെന്ത് അങ്ങനെ മറ്റു പ്രേരകത്തിൻ്റെ പേരിലല്ലാതെ അള്ളാഹുവിൻ്റെ ഭവനം, അള്ളാഹുവിൻ്റെ ബെയ്ത്തുള്ള എന്ന ബേസിൽ വെറും പള്ളി പള്ളി കൽബിൽ പള്ളി എന്ന ചിന്തയുള്ള അങ്ങനെ പള്ളിൻ്റെ ആളായി മാറുക. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും, അവർക്കും അർശിൻ്റെ തണലുണ്ട്. പിന്നെയോ വറജുലാനി തഹബ്ബാ ഫില്ലാഹി അസ്സ വജൽ, രണ്ട് മനുഷ്യന്മാർ തഹബ്ബാ ഫില്ലാ, അവർ അള്ളാഹുവിൽ പരസ്പരം പ്രേമിച്ചവരാ, സ്നേഹം അള്ളാഹുവിൽ കൊണ്ട് നടക്കുന്ന രണ്ടാളുകൾ. ഭാര്യ ഭർത്താവാ, ഇപ്പിയും മക്കളും ആവാ, ഇമ്മിയും ബാപ്പിയാവാ, ഉസ്താദുഷ്യന്മാരും ആവാ. അള്ളാഹുവിലാവുമ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ അവർ പരസ്പരം ഒരുമിച്ച് കൂടുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ അവർ വിട്ടുപിരിയുന്നു. എല്ലാം അല്ലാ 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 അല്ലാ, മാഷാ അല്ലാ. അങ്ങനത്തെ സ്നേഹം നമ്മൾ സ്നേഹിക്കും പലതിൻ്റെയും പേരിൽ. ഇവരും ഞമ്മക്കിങ്ങനെ ഞമ്മക്ക് ഇണകളില്ലേ, അവരെ സ്നേഹിക്കാറില്ലേ, ആ സ്നേഹം ഫില്ലാഹിലാക്കുക. പിന്നെ വറജുലുൻ ദഅത്ഹു ഇംറാത്തുൻ ദാതു മൻസിബിൻ വജമാൽ, നല്ല മൊഞ്ചും നല്ല കുലീനതയും നല്ല സ്ഥാനവുമുള്ള നല്ലൊരു അടിപൊളി സുന്ദരിയായ പെണ്ണ് അവനെ ഹറാമിലേക്ക് ക്ഷണിച്ചു. ഒരാളും അറിയൂല, ഒരാളും കാണൂല, അത്രയും സൗകര്യം കിട്ടി. ആ സമയത്ത് ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, നിശ്ചയം ഞാൻ എൻ്റെ റബ്ബിനെ ഭയക്കുന്നു പെണ്ണേ, ഞാൻ നിൻ്റെ ആ തമ്മാടിത്തരത്തിനിക്കില്ല എന്ന് ബാപ്പാനെ കണ്ട് ഓടിയതല്ല, നാട്ടുകാരെ കണ്ട് ഓടിയതല്ല, പിന്നെ അള്ളാനെ പേടിച്ച് പിന്മാറി. അത് വല്ലാത്തൊരു ഈമാനാണ്. അവർക്കും അല്ലാഹു തആല ഏതെങ്കിലും നമ്മളിന്ന് പെടണം. മറ്റൊരാൾ വറജുലുൻ തസദ്ദഖ ബിസദഖ, ഒരു മനുഷ്യൻ അവനൊരു സ്വതക്ക ചെയ്തു, ഒരു ദാനം നൽകി. അങ്ങനെ അതിനെ മറച്ചു വെച്ചു. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത്തെ കൈ ചെലവാക്കിയത് ഇടത്തെ കൈ അറിയാത്ത വിധം, ആരും അറിയാതെ സ്വതക്ക ചെയ്യുന്ന ആളുകൾ. നമുക്ക് ചെയ്യുന്നൊക്കെ വാട്സപ്പിൽ അങ്ങ് വിടണം, യൂട്യൂബിലേക്ക് വിടണം, എല്ലാവരും അറിയട്ടെ. കയ്യിലൊന്നും കിട്ടൂല. ഇവിടെയൊക്കെ വലിയ ഉദാരമതി എന്നൊക്കെ പറയുവാനെ പറ്റി, പക്ഷേ ഉദ്ദേശം വേറെ, നീ കൂലിയൊന്നും കിട്ടില്ല. ഇതോ ആരും അറിയാ, ഇപ്പം നല്ല സുഖ. കാരണം അതിന് ഇട്ട് കൊടുക്കുക, ഗൂഗിൾ പേക്ക് ഇട്ട് കൊടുക്കുക, ആരോടും പറയണ്ട, ആരോടും പറയണ്ട. അങ്ങനത്തെ ആളുകളാണ്. അവസാനത്തെ ആളാരാ വിഭാഗം? വറജുലുൻ, ഒരു മനുഷ്യനാണ്, സക്കറല്ലാഹ, അവൻ അല്ലാഹുവിനെ ഓർത്തു, ഖാലിയൻ, ഒറ്റക്കിരുന്നു കൊണ്ട്, ഒരാളുടെയും ശല്യത്തിന് പോവാതെ, ഒരാളുടെയും ശല്യമില്ലാതെ ഏകനായിരുന്നു കൊണ്ട് അള്ളാഹുവിന് ഓർത്തോർത്ത് ഫഫാലത്ത് ഐനാ. ഞാൻ ചോറൊന്ന് കഴിച്ചു, നല്ല പരിപാടി ഉണ്ടാകും.
ഞാൻ പറയട്ടോ. ഞാൻ വല്ലതും പറഞ്ഞാ ഞാൻ വരാറുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു മൗലി വന്നിട്ട് കാറിൽ പോയിപ്പോ അപ്പൊ തന്നെ പോകുന്നു. അവസ്ഥ ചോറ് കിട്ടി. അതെ ഇത് കളിക്ക്. ഏകനായി ഇരുന്ന് അള്ളാഹുവിനെ ഓർത്ത് 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 2 കണ്ണുകളും ഒലിച്ചു. ഞമ്മക്കൊലിക്കും 2 കണ്ണ്. എങ്ങനെ? മൊബൈല് പോയാൽ, ഉച്ചക്ക് ചോറ് കിട്ടിയിട്ടില്ലെങ്കിൽ, അതിലൊക്കെ നമുക്ക് ടെൻഷൻ നമ്മൾ ഒളിച്ചു. ഇതങ്ങനെയല്ല. എൻ്റെ റബ്ബ്, എന്നെ റബ്ബ് എന്തിന് പടച്ചു? ഞാൻ കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഖബറിലേക്ക് പോവണം, മഹ്ശറയിലേക്ക് പോവണം, ഹിസാബ് ഉണ്ടാവും. ഇതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ കരഞ്ഞ് 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 അള്ളാഹുവിലായി ജീവിക്കുന്നയാൾ. ഇത് നമ്മൾ എയിലാപ്പ് പെട്ടത്. ഈ 7 വിഭാഗത്തിൽ നമ്മൾ പെട്ടോ? പെട്ടിട്ടില്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു തആല അർശിൻ്റെ തണലും സ്വർഗപ്രവേശനവും ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാം.